Hello dear students, welcome to Mandrood. നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റ് എക്സാമിന് 2022 ജാനുവരിയിൽ വന്ന കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The rank of the matrix 325 -102 11 6 11 is. ഓക്കെ, അപ്പോൾ ഈ മെട്രിക്സിന്റെ റാങ്ക് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം റാങ്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും റോയോ കോളമോ ഒരേപോലെയാണോ നോക്കുക, അല്ലെങ്കിൽ ഒരു റോയോ ഒരു കോളമോ മറ്റൊന്നിന്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആണോ നോക്കുക. നിങ്ങൾക്ക് നോക്കിയാൽ ഇതിൽ നിന്ന് പെട്ടെന്ന് അങ്ങനെ ഒരു ആൻസർ ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, റാങ്ക് നോക്കാൻ ഒന്നുകിൽ നിങ്ങൾക്ക് ഡിറ്റർമിനന്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ ഈ മെട്രിക്സിന്റെ ഓർഡർ എന്താണ് 3/3. അപ്പൊ റാങ്ക് എന്തല്ല 3 ഇല്ല എന്ന് പറയാം. ഓക്കെ, അങ്ങനെ റാങ്കിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡിറ്റർമിനന്റ് നോൺ സീറോ ആവുന്ന ഏറ്റവും വലിയ സ്ക്വയർ മെട്രിക്സിന്റെ ഓർഡർ ആണ് എന്ത്, അതിന്റെ റാങ്ക്. അപ്പൊ ഇതിന്റെ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഡിറ്റർമിനന്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 3 × 0 × 11 എന്ന് പറയുമ്പോൾ 0 മൈനസ് 6 × 2 12 മൈനസ് 2 × മൈനസ് ഇവിടെ 2 എന്നുള്ള നമ്പറിന്റെ കോഫാക്ടർ കണ്ടുപിടിക്കുകയാണെങ്കിൽ -1 × 11 എന്ന് പറയുമ്പോൾ -11 മൈനസ് 11 × 2 എന്ന് പറയുമ്പോൾ 22. ഓക്കെ, പ്ലസ് 5 × -1 × 6 ഇത് -6 മൈനസ് 0 × 11 എന്ന് പറയുമ്പോൾ 0. ഓക്കെ, നോക്കൂ, നമുക്ക് 3 × -12 എന്ന് പറയുമ്പോൾ നമുക്ക് -36 എന്ന് കിട്ടി. ഓക്കെ, അതേപോലെ ഇവിടെ -11 - 22 എന്ന് പറയുമ്പോൾ -33 -33 × 2 എന്ന് പറയുമ്പോൾ +66 ആയി. ഓക്കെ, പ്ലസ് 5 × -6 എന്ന് പറയുമ്പോൾ -30 അല്ലേ, സോ -30. ഓക്കെ, അപ്പൊ നോക്കൂ, -36 -30 -66 ആവും. -66 പ്ലസ് 66 ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, 0 കിട്ടി. അപ്പൊ ഡിറ്റർമിനന്റ് എന്താണ്, 0 ആണ് നമുക്ക് കിട്ടിയത്. അപ്പൊ എന്തില്ല, മാട്രിക്സിന്റെ ഓർഡർ ആയിട്ടുള്ള 3 അല്ല റാങ്ക്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു സ്ക്വയർ മാട്രിക്സ് എടുത്ത് നോക്കാം 2/2. അതിന്റെ ഡിറ്റർമിനന്റ് നോൺ സീറോ ആണെങ്കിൽ 2 ആണ് റാങ്ക്. നോക്കൂ, 3 × 0 -1 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, അത് 2 ആണ് ആൻസർ കിട്ടുക ഡിറ്റർമിനന്റ്. ഓക്കെ, ഈ കേസിൽ അപ്പൊ നമുക്ക് എന്ത് പറയാം, അവിടെ ഡിറ്റർമിനന്റ് നോൺ സീറോ ആണ്. അപ്പോൾ ഈ മെട്രിക്സിന്റെ റാങ്ക് എന്താണ്, 2 ആണെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്, ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if the dimensions of the subspaces U and V of the vector space W are respectively 3, 4 and dimension of U intersection V equal to 1. Okay, then dimension of U plus V is equal to. Okay, ഇവിടെ നമുക്ക് U V രണ്ട് വെക്ടർ സ്പേസ് തന്നിട്ടുണ്ട്. ഓക്കെ, അതേപോലെ W എന്നുള്ള വെക്ടർ സ്പേസിന്റെ സബ് സ്പേസസ് ആണ് ഇത് U V. ഓക്കെ, U V രണ്ട് വെക്ടർ സ്പേസ് ആണ്, അത് ആരുടെ സബ് സ്പേസ് ആണ്, W ന്റെ സബ് സ്പേസ് ആണ്. ഓക്കെ, ഇനി U ന്റെയും V ന്റെയും ഡയമെൻഷൻസ് 3 ഉം 4 ഉം ആണ്. ഓക്കെ, അതേപോലെ U ഇന്റർസെക്ഷൻ V ന്റെ ഡയമെൻഷൻ 1 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ U plus V ന്റെ ഡയമെൻഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾ ഓർത്തിരിക്കുക, ഇങ്ങനെ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്. ഡയമെൻഷൻ ഓഫ് U plus V ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് U plus dimension of V minus dimension of U intersection V. Okay, ഈ ഇക്വേഷൻ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. ഓക്കെ, dimension of U plus V equal to dimension of U plus dimension of V minus dimension of U intersection V. ഓക്കെ, നമുക്ക് തന്ന വാല്യൂസ് ഇതിൽ കൊടുത്താൽ നമുക്ക് U ന്റെയും V ന്റെ ഡയമെൻഷൻസ് 3 ഉം 4 ഉം ആണല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ U ന്റെ ഡയമെൻഷൻ 3, V ന്റെ ഡയമെൻഷൻ 4 മൈനസ് U ഇന്റർസെക്ഷൻ V ന്റെ ഡയമെൻഷൻ 1. വാല്യൂസ് കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക, 3 + 4 7, 7 - 1 6. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഡയമെൻഷൻ ഓഫ് U plus V equal to 6 എന്ന ആൻസർ കിട്ടി. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, which of the following is a subspace of 2-dimensional Euclidean plane? ഓക്കെ, 2-dimensional Euclidean plane സബ്സ്പേസ് ആയിട്ട് വരുന്ന സ്പേസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇവിടെ 2-dimensional Euclidean plane എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അത് R2 ആണ്. ഓക്കെ, അപ്പൊ R2 എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ x ആക്സിസും y ആക്സിസും R ആയിരിക്കുക. ഓക്കെ, അതായത് നമ്മുടെ x ആക്സിസും റിയൽ നമ്പേഴ്സിന്റെ സെറ്റ്, y ആക്സിസും റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ R2 എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും അത് R × R ആണ് അല്ലേ.
ഓക്കെ, ഇതൊക്കെ നമുക്കറിയാം. ഇനി ഇതിൽ ഏതാണ് സബ്സ്പേസ് ആയിട്ട് വരിക എന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഒരു സബ്സ്പേസ് ആവണമെങ്കിൽ ഓക്കെ അതിൽ എന്ത് വേണം? സീറോ വെക്ടർ വേണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സീറോ വെക്ടർ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ആ സീറോ വെക്ടർ ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഇതിൽ 0 0 നമ്മൾ R2ലുള്ള 0 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് x കോർഡിനേറ്റും 0 y കോർഡിനേറ്റും 0. നമ്മൾ ഈ 0 0 എന്നുള്ള എലമെന്റ് ഓരോ ഇക്വേഷനിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് ഏത് ഇക്വേഷൻ ആണോ ട്രൂ ആയിരിക്കുന്നത് ആ ഇക്വേഷൻ ആയിരിക്കും എന്ത്? സബ്സ്പേസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, 2x + 3y = 0. ഇവിടെ x-നും y-ക്കും 0 കൊടുത്താൽ എന്താ കിട്ടുക? 0 എന്ന് കിട്ടും. കാരണം 2 × 0 + 3 × 0 0 ആണ്. അപ്പൊ എന്താണ് നമ്മുടെ ആൻസർ? ഏതാണ്? ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നമ്മുടെ ആൻസർ. അപ്പോൾ സെക്കൻഡ് ഓപ്ഷനിൽ 2 0 + 3 × 0 ഇത് 0 ആയിപ്പോയി. ഓക്കെ, ഇത് മൊത്തത്തിൽ 0 ആയി. +1 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? സോ 1 = 0 ആണോ? അത് തെറ്റാണ്. അപ്പോൾ നമ്മുടെ ആൻസർ അതല്ല. നോക്കൂ, ഇതിൽ നോക്കൂ, 2 × 0 - 3 × 0 + 1 അതായത് 1 = 0 എന്നാണ് കിട്ടുക. അതും ശരിയല്ല. ഇവിടെ കൊടുത്താൽ -1 = 0 എന്ന് കിട്ടും. അതും ശരിയല്ല. നമ്മുടെ ആൻസർ ഏതാണ്? ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ഓർത്ത് വെച്ചാൽ മതി. ഒരു സബ്സ്പേസ് ആവണമെങ്കിൽ അതിൽ എന്ത് വേണം? അതിൽ സീറോ വെക്ടർ വേണം. ഓക്കെ, സബ്സ്പേസ് ബിലോങ്സ് ടു സീറോ വെക്ടർ. ഓക്കെ, സബ്സ്പേസ് സീറോ വെക്ടർ ഉണ്ടെന്നല്ല മീനിങ്. സബ്സ്പേസിൽ എന്ത് വേണം? സീറോ വെക്ടർ വേണം. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ മെട്രിക്സ് എ ഈസ് ഡയഗണലൈസബിൾ ഇഫ് ദ റൂട്ട്സ് ഓഫ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആർ. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു മെട്രിക്സ് എ ഉണ്ട്. അത് ഒരു ഡയഗണലൈസബിൾ മെട്രിക്സ് ആവണമെങ്കിൽ ഓക്കെ അത് ഡയഗണലൈസബിൾ ആവണമെങ്കിൽ ഓക്കെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിലെ റൂട്ട്സ് ഏത് രൂപത്തിലായിരിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതിന്റെ റൂട്ട്സ് റിയൽ ആൻഡ് ഈക്വൽ ആയിരിക്കണം, അതേപോലെ ഇമാജിനറി ആയിരിക്കണം, റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം, നൺ ഓഫ് ദീസ്. നിങ്ങൾ ഓർത്തിരിക്കാം, ഒരു മെട്രിക്സ് എ ഡയഗണലൈസബിൾ ആവാൻ ഇമാജിനറി റൂട്ട് ആയാലും പോരാ, റിയൽ ആൻഡ് ഈക്വൽ ആയാൽ പോരാ, റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടൊന്നും കാര്യമില്ല. അതിന് വേറെ കുറെ കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നൺ ഓഫ് ദീസ്. ഇനി നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് എല്ലാം റൂട്ട്സ് എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അതായത് ഇഫ് ഓൾ ഐഗൺ വാല്യൂസ് ഓക്കെ അല്ലെങ്കിൽ ഐഗൺ വാല്യൂസ് എന്താണ്? ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിന്റെ റൂട്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐഗൺ വാല്യൂസ്. ഓക്കെ, ആ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിന്റെ റൂട്ട്സ് എല്ലാം എന്താണ്? ഡിസ്റ്റിങ്ക്റ്റ്. ഓക്കെ, ആർ ഡിസ്റ്റിങ്ക്റ്റ്. ഡിസ്റ്റിങ്ക്റ്റ് ആണ് നമുക്ക് എന്ത് പറയാം? ഇംപ്ലൈസ് matrix is diagonalizable. Okay, matrix is diagonalizable. Okay, diagonalizable എന്താണെന്നുള്ളത് നമ്മൾ തിയറി ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, ഒരു മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ ആ മെട്രിക്സ് എപ്പോഴും എന്തായിരിക്കും? ഡയഗണലൈസബിൾ ആയിരിക്കും. ഓക്കെ, ഇതിന്റെ മീനിങ് ഡയഗണലൈസബിൾ ആണെന്ന് വിചാരിച്ചിട്ട് എല്ലാ ഐഗൺ വാല്യൂസും ഡിസ്റ്റിങ്ക്റ്റ് ആവണം എന്നല്ല. നമുക്ക് എപ്പോഴും എന്താ പറയാൻ പറ്റൂ? ഐഗൺ വാല്യൂസ് ഡിഫറെന്റ് വാല്യൂസ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് മെട്രിക്സ് ഡയഗണലൈസബിൾ മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഈ 3 കണ്ടീഷൻസ് ആയിട്ടും കാര്യമില്ല, ഡയഗണലൈസബിൾ ആവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി വാല്യൂ ഓഫ് ദി ഡിറ്റർമിനന്റ് a² 2ab b², b² a² 2ab, 2ab b² a². നോക്കൂ, ഈ ഡിറ്റർമിനന്റിന്റെ വാല്യൂ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിനൊരു പ്രത്യേക ഫോം ഉണ്ട്, a² 2ab b². അതേ a² ഇവിടെ ഉണ്ട്, b² ഇവിടെ ഉണ്ട്, 2ab ഇവിടെ ഉണ്ട്. അതേപോലെ എല്ലാ റോയിലും ഒരേ എലമെന്റ്സ് ആണ്, പക്ഷെ ഇതിന്റെ ഓർഡർ മാറ്റുന്നുണ്ട്. നമുക്ക് ഇതിനെ ഡയറക്റ്റ് ജസ്റ്റ് ഡിറ്റർമിനന്റ് ഒന്ന് നോക്കാം. അപ്പൊ a² × a² അല്ലെ? നമുക്ക് നോർമലി ഡിറ്റർമിനന്റ് കാണുമ്പോൾ ഈ ഫസ്റ്റ് എലമെന്റ് a² പിന്നെ ഇതിന്റെ ഡിറ്റർമിനന്റ് അല്ലെ, ഈ ചെറിയ മെട്രിക്സിന്റെ ഇതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ a⁴ - 2ab × b² എന്ന് പറഞ്ഞാൽ 2ab³ ഓക്കെ, അതേപോലെ -2ab പിന്നെ ഈ എലമെന്റിന്റെ മൈനർ വൺ ഏതാ? b² × a² b² -2ab × 2ab 4a² b² ഓക്കെ, പ്ലസ് b² പിന്നെ b² മൈനർ ഏതാ? ഈ ഡിറ്റർമിനന്റ്, അതായത് b² × b² എന്ന് പറയുമ്പോൾ b⁴ a² × 2ab എന്ന് പറയുമ്പോൾ 2a³ b. ഓക്കെ, നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടാൻ നോക്കിയാൽ മതി. നമുക്ക് a² × a⁴ a⁶. ഓക്കെ, a² × -2ab³ എന്ന് പറയുമ്പോൾ a² × a എന്താവും? a³ ആവും. അതേപോലെ -2b³ അവിടെ ഉണ്ട്. ഓക്കെ,
പിന്നെ -2ab into a square b square എന്താ? ഇവിടെ -2 into a into a square a cube, b into b square b cube. ഓക്കെ, പിന്നെ -2 into -4 plus 8 ആവും. ഓക്കെ, പ്ലസ് 8 ആവും. പിന്നെ അവിടെ ab into a square b square ഉണ്ട്, അത് a cube b cube ആവും. ഓക്കെ, പിന്നെ b square into b raised to 4 എന്താവും? b raised to 6. അതുപോലെ b square into -2 a cube b എന്താവും? ഇവിടെ -2 a cube ഇവിടെ ഉണ്ട്, b square into b എന്താവും? b cube. ഓക്കെ, ഇനി നോക്കൂ, ഇവിടെ -2 a cube b cube, -2 a cube b cube, -2 a cube b cube, മൂന്ന് ടേം ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനെ കമ്പൈൻ ചെയ്തിട്ട് -6 a cube b cube എന്ന് എഴുതാം. ഓക്കെ, ബാക്കിയുള്ള a raised to 6 ഇവിടെ ഉണ്ട്, 8 a cube b cube ഇവിടെ ഉണ്ട്, b raised to 6 ഇവിടെ ഉണ്ട്. നോക്കൂ, ഈ രണ്ട് ടേം നമ്മൾ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുമല്ലോ. 8 a cube b cube -6 a cube b cube എത്രയാണ്? plus 2 a cube b cube. ഓക്കെ, നോക്കൂ, a raised to 6 plus 2 a cube b cube plus b raised to 6. നോക്കൂ, ഇത് a square plus 2ab plus b square ഫോം അല്ലേ? a സ്ക്വയറിന്റെ സ്ഥാനത്ത് ആരാണുള്ളത്? a raised to 6 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് a square plus 2ab plus b square ഫോമിൽ ഇതിനെ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്റെ സ്ഥലത്ത് a ക്യൂബ് ആണുള്ളത്, ബിന്റെ സ്ഥലത്ത് b ക്യൂബ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? a plus b ഹോൾ സ്ക്വയർ എഴുതാൻ പറ്റുമെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? എന്റെയും ബിന്റെയും സ്ഥാനത്ത് a ക്യൂബും b ക്യൂബും കൊടുത്താൽ മതി. a ക്യൂബ് പ്ലസ് b ക്യൂബ് ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്, a ക്യൂബ് പ്ലസ് b ക്യൂബ് ഹോൾ സ്ക്വയർ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിറ്റർമിനന്റ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ a ക്യൂബ് പ്ലസ് b ക്യൂബ് ഹോൾ സ്ക്വയർ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ വെക്ടർ 3k plus 2 3 10 belongs to the linear span of the set s equal to -1 0 1 2 1 4, then the value of k is. ഇപ്പോൾ നമുക്കൊരു വെക്ടർ തന്നിട്ടുണ്ട്, ഒരു 3 ടപ്പിൾ ആണ്. ഇതെന്താണ്? ഈ എസ് എന്നുള്ള സെറ്റിന്റെ ലീനിയർ സ്പാനിലുള്ള ഒരു വെക്ടറാണ് ഇത്, ഈ വെക്ടർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള വെക്ടറിലെ കെന്റെ വാല്യൂ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പൊ ഈ വെക്ടർ ഇതിന്റെ സ്പാനിലെ ഒരു എലമെന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് ഈ വെക്ടറിനെ നമുക്ക് 3k plus 2, 3, 10 എന്നുള്ള ഈ വെക്ടർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ രണ്ട് വെക്ടറിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ മീനിങ് നോക്കൂ, നമ്മൾ ഈ വെക്ടർ ഈക്വൽ ടു c1 into some c1 into -1 0 1 plus some c2 into 2 1 4. അതായത് ഈ രണ്ട് വെക്ടറിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് ഈ വെക്ടറിനെ എഴുതാൻ പറ്റും. അതാണ് എന്ത്? ഈ സെറ്റ് അല്ലെങ്കിൽ ഈ വെക്ടർ ഈ സെറ്റിന്റെ ലീനിയർ സ്പാൻ ഉണ്ടെന്ന് പറഞ്ഞ മീനിങ്. ഓക്കെ, ഇനി നോക്കൂ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റും? c1 c2 നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. നോക്കൂ, നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ഇക്വേഷൻസ് കിട്ടും? ഇവിടെ നമുക്ക് -c1 -c1 പ്ലസ് ഇതിലെ ഫസ്റ്റ് കോർഡിനേറ്റ് മൾട്ടിപ്ലൈ ചെയ്തു പ്ലസ് ഇതിലെ ഫസ്റ്റ് കോർഡിനേറ്റ് ഇതാണ് 2c2 ഈക്വൽ ടു ഇവിടുത്തെ ഫസ്റ്റ് കോർഡിനേറ്റ് 3k plus 2. ഓക്കെ, ഇതൊരു ഇക്വേഷൻ ആണ്. അതേപോലെ 0c1 എന്ന് പറയുമ്പോൾ 0 ആയിപ്പോയി, പ്ലസ് 1c2 എന്ന് പറഞ്ഞാൽ 1c2 എന്ന് പറഞ്ഞാൽ c2 ഈക്വൽ ടു 3, സെക്കൻഡ് കോർഡിനേറ്റ് 3. ഓക്കെ, അപ്പോൾ ഇതിലെ സെക്കൻഡ് കോർഡിനേറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തു, ഇതിലെ സെക്കൻഡ് കോർഡിനേറ്റ് 3 എഴുതി. ഇനി തേർഡ് കോർഡിനേറ്റ് 1 into c1 പ്ലസ് 4 into c2 ഈക്വൽ ടു ഇതിലെ തേർഡ് കോർഡിനേറ്റ് 10. ഓക്കെ, നോക്കൂ, ഇതിന് നെക്സ്റ്റ് ഇക്വേഷൻ നമ്പർ 1, ഇതിനെ 2, ഇതിനെ നമുക്ക് 3 എന്ന് കൊടുക്കാം. നോക്കൂ, ഇക്വേഷൻ 2 നമുക്ക് c2ന്റെ വാല്യൂ 3 എന്ന് കൊടുത്തിട്ടുണ്ട്, നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇക്വേഷനിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുക. അപ്പോൾ 2 in 3, 2 എന്നുള്ള വാല്യൂ 3ൽ കൊണ്ടുപോയി കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക? c1 പ്ലസ് 4 into c2ക്ക് നമ്മൾ 3 കൊടുക്കുക. ഓക്കെ, ഈക്വൽ ടു 10. നോക്കൂ, c1 ഈക്വൽ ടു 10 എഴുതി, 4 into 3 എന്ന് പറയുമ്പോൾ 12 ആണ്. അപ്പോൾ 12 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ -12. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? -2. c1ന്റെ വാല്യൂ -2 ആണ്. നമുക്ക് ഏതൊക്കെ വാല്യൂസ് കിട്ടി? c2 3 ആണ്, c1 -2 കിട്ടി. ഓക്കെ, ഇനി ഈ c1 c2ന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ 1ൽ കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക? -c1 -c1 അല്ലേ? c1 എന്ന് പറയുമ്പോൾ -2 എന്ന് പറഞ്ഞാൽ -2 പ്ലസ് 2c2. സോ 2 into ഇവിടെ c2 എന്ന് പറയുമ്പോൾ 3 ആണ്, 2 into 3 ഈക്വൽ ടു 3k plus 2 ഈക്വൽ ടു 3k plus 2.
ഇത് സോൾവ് ചെയ്ത് നമ്മുടെ കെ ന്റെ വാല്യൂ കിട്ടും. ഓക്കെ, നോക്കൂ, ഇത് മൈനസ് മൈനസ് 2 എന്ന് പറയുമ്പോൾ 2i പ്ലസ് 2 ഇൻറ്റു 3 6 ഈക്വൽ ടു 3k പ്ലസ് 2. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് ഈ 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, 3k ഈക്വൽ ടു 6 എന്ന് പറഞ്ഞാൽ k ന്റെ വാല്യൂ എത്രയാണ്? k ഈക്വൽ ടു 6/3 ദാറ്റ്സ് ഈക്വൽ ടു 2 നമുക്ക് ആൻസർ കിട്ടും. k ഈക്വൽ ടു 6/3 ദാറ്റ്സ് ഈക്വൽ ടു 2. നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If t from R3 to R2 is defined by t of x, y, z is equal to x, y. Okay, then the dimension of the kernel of t is. നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നിട്ടുണ്ട്. R3 ൽ നിന്ന് R2ലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് എന്ത്? t. ഓക്കെ, അപ്പോൾ നോക്കൂ, എന്താണ് ഇവിടുത്തെ കണ്ടീഷൻ? എന്താണ് ഇവിടുത്തെ ഒരു എക്സ് വൈ സെറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനെങ്ങോട്ടാണ് മാപ്പ് ചെയ്യുക? R2ലുള്ള ഒരു എക്സ് വൈയിലേക്കാണ് മാപ്പ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സെഡ് കോർഡിനേറ്റ് അവിടെ ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ട്രാൻസ്ഫോർമേഷന്റെ കേർണൽ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. എന്ന് പറഞ്ഞാൽ മീനിങ്, കേർണൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്തിരിക്കുക, ഇവിടുത്തെ സീറോ വെക്ടർ ഉണ്ടാവുമല്ലോ. ഓക്കെ, R2ലുള്ള സീറോ വെക്ടറിന് ഏതാ? 0 0. ഓക്കെ, എക്സും വൈയും 0. ഇവിടുത്തെ സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്ന ഏതൊക്കെ വെക്ടേഴ്സ് ആണോ ഇവിടെ ഉള്ളത് ആ വെക്ടേഴ്സിന്റെ കളക്ഷൻ ആണ് എന്ത്? ഇതിന്റെ കേർണൽ. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്? നമ്മുടെ കേർണൽ ഓഫ് ടി. ഓക്കെ, എന്താ എന്ന് പറഞ്ഞ മീനിങ്, ഇവിടുത്തെ R2ന്റെ സീറോ വെക്ടറിലേക്ക് മാപ്പ് ചെയ്യുന്ന ഇവിടുത്തെ കുറച്ച് വെക്ടേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ. ചിലപ്പോൾ ഒരു വെക്ടർ ആയിരിക്കും, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഉണ്ടാവും. ആ വെക്ടേഴ്സിന്റെ കളക്ഷൻ ആണ് കേർണൽ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ടി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 0 ആവുന്ന എക്സ് വൈ സെറ്റുകൾ കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇക്വേഷൻ കൊടുക്കാം. ടി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 0 ആവുന്ന എന്ത്? എക്സ് വൈ സെറ്റുകൾ കണ്ടുപിടിച്ചാൽ മതി. നോക്കൂ, ടി ഓഫ് എക്സ് വൈ സെറ്റ് എന്താ നമുക്ക് തന്നിട്ടുണ്ട്? ഇവിടെ എക്സ് വൈ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നോക്കൂ, എക്സ് കോമ വൈ ഈക്വൽ ടു 0 0 എന്ന് കിട്ടി. ഇംപ്ലൈസ്, നോക്കൂ, ഇത് രണ്ട് കോർഡിനേറ്റ്സ് ഈക്വൽ എന്ന മീനിങ് എന്താ? കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സ് ഈക്വൽ എന്ന മീനിങ്. അപ്പൊ എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടി, കോമ വൈ ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കൂ, ടി ഓഫ് എക്സ് വൈ സെറ്റ് 0 0 ആവണമെങ്കിൽ ആരൊക്കെ 0 ആയാൽ മതി? എക്സും വൈയും മാത്രം 0 ആയാൽ മതി. സെറ്റ് എന്തായാലും കുഴപ്പമില്ല, അതല്ല അവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മളെ കേർണൽ ഓഫ് ടി നമുക്ക് എങ്ങനെ എഴുതാം? കേർണൽ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് രൂപത്തിലായിരിക്കും? എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കണം, വൈ കോർഡിനേറ്റ് 0 ആയിരിക്കണം. ഇവിടെ സെഡ് കോർഡിനേറ്റ് എന്തും ആവാം. അപ്പൊ നമുക്ക് അതിന് സെഡ് കോർഡിനേറ്റ് എന്ന് കൊടുക്കാം. സച്ച് ദാറ്റ് എന്താണ്? ടി ഓഫ് 0 0 0 ടി ഓഫ് 0 0 സെറ്റ് ഇസ് ഈക്വൽ ടു ടി ഓഫ് 0 0 സെറ്റ് ഇസ് ഈക്വൽ ടു 0 0. ഓക്കെ, അതായത് ടി ഓഫ് എനി വെക്ടർ ഈക്വൽ ടു 0 0 ആയിരിക്കണം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ എക്സ് വൈ എന്ന് കൊടുക്കാം, പ്രശ്നമില്ല. ഓക്കെ, അത് നോക്കൂ, കേർണൽ ഓഫ് ടിയിലുള്ള എലമെന്റ്സ് പ്രത്യേകത എന്താണ്? അതിൽ സെഡ് ആക്സിസിലെ എലമെന്റ്സ് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? ഇതൊരു ലൈൻ അല്ലേ? നോക്കൂ, എക്സ് ആക്സിസിലെ പോയിന്റ്സ് ഇല്ല, വൈ ആക്സിസിലെ പോയിന്റ്സ് ഇല്ല, സെഡ് ആക്സിസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, R3 എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ് വൈ സെഡ് 3 ആക്സിസ് ഉണ്ട്, അതായത് സ്പേസ് ആണ്. ഓക്കെ, അപ്പൊ നോക്കൂ, അവിടെ സെഡ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഒരു ആക്സിസ് മാത്രമല്ലേ, അതിന്റെ ഡയമെൻഷൻ എത്രയാണ്? 1 ആണ്. ഓക്കെ, അപ്പൊ സെഡ് ആക്സിസ് മാത്രമാണ്. ഡയമെൻഷൻ ഓഫ് കേർണൽ ഓഫ് ടി എത്രയാണ്? കേർണൽ ഓഫ് ടിന്റെ ഡയമെൻഷൻ എത്രയാണ്? അത് 1 ആണ്. അപ്പോൾ ആൻസർ ഏതാണ്? ഡയമെൻഷൻ ഓഫ് കേർണൽ ഓഫ് ടി എത്രയാണ്? ആൻസർ ബി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് ദി മാട്രിക്സ്. നമുക്കൊരു മാട്രിക്സ് തന്നിട്ടുണ്ട്, ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഇതിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഈ മാട്രിക്സ് നമ്മൾ എ എന്ന് നെയിം കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0. അല്ലെങ്കിൽ നമുക്കിത് മറ്റൊരു രീതിയിൽ എഴുതാം, ഡിറ്റർമിനന്റ് ഓഫ് ലാംഡ ഐ മൈനസ് ഐ ഈക്വൽ ടു 0. രണ്ടും ഒരേ ഇക്വേഷൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് ലാംഡ ഐ മൈനസ് ഐ ഈക്വൽ ടു 0 എന്നുള്ളത് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് ഇത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അതൊരു 3/3 മെട്രിക്സിന് നമ്മൾ ഇതിൽ കൊടുത്താൽ മതി. നോക്കൂ, ഇതിലും ഈസി ആയിട്ടുള്ള ഒരു ട്രിക്ക് നമ്മുടെ കയ്യിലുണ്ട്. നമ്മളിത് മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു 3/3 മെട്രിക്സിന് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്കാണിത്. എക്സ് ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് എ. എ എന്നുള്ള മെട്രിക്സിന്റെ ട്രേസ് ഓഫ് എ ഇൻറ്റു എക്സ് സ്ക്വയർ
ഓക്കെ, പ്ലസ് m11 പ്ലസ് m22 പ്ലസ് m33 ഇൻറ്റു എക്സ്. ഓക്കെ, മൈനസ് ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0. ഓക്കെ, ഇത് ചെയ്താൽ നമ്മുടെ ആൻസർ കിട്ടും. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നമ്മൾ എന്തായാലും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഏതാണ്? ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, എക്സ് ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് m11 പ്ലസ് m22 പ്ലസ് m33 ഇൻറ്റു എക്സ് പ്ലസ് ഡിറ്റർമിനന്റ് ഓഫ് ഈക്വൽ ടു 0. നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ ആദ്യം എന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം. നമ്മൾ ആദ്യം എന്തായാലും എന്തിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക? എന്റെ ഡിറ്റർമിനന്റ്. നോക്കൂ, ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു നോക്കൂ 1 ഇൻറ്റു 0 ഇൻറ്റു 5 0 ആയിപ്പോയി, മൈനസ് പിന്നെ 1 ഇൻറ്റു മൈനസ് 4 അത് 0 ഇൻറ്റു 5 5 മൈനസ് 1 ഇൻറ്റു മൈനസ് 4 മൈനസ് 4. അതിപ്പോൾ എന്താവും? അത് പ്ലസ് 4 ആവും. ഓക്കെ, മൈനസ് എന്താ 2 ഇൻറ്റു നോക്കൂ 2 ഇൻറ്റു പിന്നെ ഈ റോയും കോളും സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 5 മൈനസ് 4. ഓക്കെ, 5 മൈനസ് 4 പ്ലസ് മൈനസ് 1 ഇൻറ്റു, സോ ഇവിടെ മൈനസ് 1 കൊടുക്കാം, മൈനസ് 1 ഇൻറ്റു 1 ഇൻറ്റു മൈനസ് 4 എന്ന് പറഞ്ഞാൽ മൈനസ് 4 മൈനസ് 0. സോ മൈനസ് 4 മൈനസ് 0. ഓക്കെ, നമുക്ക് ഡിറ്റർമിനന്റ് വാല്യൂ എന്താ കിട്ടുന്നത്? ഇത് 0 പ്ലസ് 4 4, 1 ഇൻറ്റു 4 4. ഓക്കെ, 5 മൈനസ് 4 1, 1 ഇൻറ്റു മൈനസ് 2 മൈനസ് 2, മൈനസ് 4 മൈനസ് 0 എന്ന് പറഞ്ഞാൽ മൈനസ് 4, മൈനസ് 4 ഇൻറ്റു മൈനസ് 1 അത് പ്ലസ് 4. നമുക്ക് ആൻസർ കിട്ടാൻ മൈനസ് 2 ആണ് ഡിറ്റർമിനന്റ്. സോ നോക്കൂ, നമ്മൾ ഈ ഓപ്ഷൻസിൽ ലാസ്റ്റ് നമ്പർ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് ഇവിടുത്തെ ലാസ്റ്റ് നമ്പർ അതിന്റെ സൈനും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. +6 -6 -6. ഓക്കെ, അതായത് ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ തന്നിട്ട് അതിന്റെ ലാസ്റ്റത്തെ നമ്പർ മാത്രം എടുക്കുക. ആ നമ്പർ എപ്പോഴും ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആയിരിക്കും. നമുക്ക് ഇവിടെ കിട്ടിയ ഡിറ്റർമിനന്റ് ഏതാണ്? -2 എന്നാണ് കിട്ടിയത്. ഇതിൽ ഒരു ഓപ്ഷനിൽ പോലും നമ്മുടെ -2 ഇവിടെ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? നൺ ഓഫ് ദീസ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, ഇനി എങ്ങനെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. എങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക? നമ്മുടെ ആൻസർ എന്താണ്? നൺ ഓഫ് ദീസ് ആണ്. പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. ജസ്റ്റ് ഡിറ്റർമിനന്റ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഇത് നോക്കൂ, ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിറ്റർമിനന്റ് കണ്ടു. ഈ നോക്കൂ, ഈ ഇക്വേഷൻ എങ്ങനെ ഫൈൻഡ് ചെയ്യാൻ നോക്കാം. നമുക്ക് എക്സ് ക്യൂബ്, ഓക്കെ, എക്സ് ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? എ എന്നുള്ള മെട്രിക്സിന്റെ ട്രേസ് എന്ന് പറഞ്ഞാൽ ഈ ഡയഗണൽ എലമെന്റ്സിന്റെ സം ആണ് എന്താ അതിന്റെ ട്രേസ്. 1 + 0 + 5 എന്ന് പറഞ്ഞാൽ എന്താണ്? 6. ഓക്കെ, അപ്പൊ നമ്മുടെ ട്രേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ആണ്. 6 ഇൻറ്റു എക്സ് സ്ക്വയർ ഉണ്ട്, എക്സ് സ്ക്വയർ പ്ലസ് നോക്കൂ m11 m22 m33. m11 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റിന്റെ മൈനർ. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ ഈ 1 അല്ലേ? അതിന്റെ മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുള്ള റോയും കോളും ഒഴിവാക്കിയിട്ട് ഇതിന്റെ ഡിറ്റർമിനന്റ്. ഓക്കെ, അപ്പോൾ 0 ഇൻറ്റു 5 5 മൈനസ് 1 ഇൻറ്റു -4 -4. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുക +4 എന്നാണ് ആൻസർ കിട്ടുക. ഓക്കെ, അപ്പോൾ m11 എത്രയാണ്? 4. ഓക്കെ, നമുക്ക് m22 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ് ഏതാണ്? ഈ 0. അതുള്ള റോയും കോളും ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡിറ്റർമിനന്റ് 1 ഇൻറ്റു 5 മൈനസ് 1 ഇൻറ്റു -1 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 5 മൈനസ് -4 എന്ന് പറഞ്ഞാൽ 5 + 4 എന്ന് പറഞ്ഞാൽ 9 ആണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, നമ്മുടെ ആൻസർ ഏതാണ്? 9 + 9 പ്ലസ് m33 എന്ന് പറഞ്ഞാൽ തേർഡ് റോയിലെ തേർഡ് കോളത്തിലെ എലമെന്റ് എന്ന് പറഞ്ഞാൽ ഈ 5 അല്ലേ? ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് ഇതിലുള്ള റോയും കോളും ഒഴിവാക്കി കഴിഞ്ഞാൽ 1 ഇൻറ്റു 0 മൈനസ് 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ -2 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, നമ്മുടെ ആൻസർ ഏതാണ്? -2 ഇൻറ്റു എക്സ് എന്ന് ഇതിലുണ്ട്. ഓക്കെ, പ്ലസ് ഡിറ്റർമിനന്റ് ഓഫ് എത്രയാണ്? നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് -2. സോ -2 = 0. ഇവിടെ ഞാൻ ഇക്വേഷനിലെല്ലാം എക്സ് ആണ് കൊടുത്തത്. നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം? ലാംഡ ആക്കാം, കുഴപ്പമില്ല. വേരിയബിൾ മാറ്റിയാലും പ്രശ്നമൊന്നും സംഭവിക്കില്ല. ഓക്കെ, ഓക്കെ, ലാംഡ എന്ന് കൊടുക്കാം. ഓക്കെ, നോക്കൂ, ലാംഡ ക്യൂബ് മൈനസ് 6 ലാംഡ സ്ക്വയർ പ്ലസ് ഇത് 4 - 9 നമുക്ക് 13 കിട്ടും. ഓക്കെ, 13 - 2 11 ആണ്. അപ്പോൾ 11 ലാംഡ -2 = 0. ഇതാണ് നമ്മുടെ ഒറിജിനൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇങ്ങനെ ഒരു ആൻസർ നമ്മുടെ ഓപ്ഷനിൽ എവിടെയും കാണുന്നില്ല. ഓക്കെ, ലാംഡ ക്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ ഓപ്ഷനും. +6 ലാംഡ സ്ക്വയർ ആണ്. അതുപോലെ ഇവിടെ -6 ലാംഡ സ്ക്വയർ ഉണ്ട്. പക്ഷെ നമ്മുടെ ആൻസറിൽ -6 ലാംഡ സ്ക്വയർ ആണ്. പിന്നെ +11 ലാംഡ
പ്ലസ് 11 ലാംഡ ഇവിടെ വരുന്നുണ്ട്. പക്ഷെ -6 ലാംഡ സ്ക്വയർ പ്ലസ് 11 ലാംഡ വരുന്നുണ്ട്. പക്ഷെ ലാസ്റ്റ് ഡിറ്റർമിനന്റ് മാത്രം എന്താണ് -2 നമുക്ക് എവിടെയും കിട്ടൂല. ഓക്കെ, അപ്പൊ നമ്മൾ ആൻസർ ഏതാണ്? നൺ ഓഫ് ദീസ്. ഞാൻ അതാണ് പറഞ്ഞത്, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ തന്നിട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഡിറ്റർമിനന്റ് ഫൈൻഡ് ചെയ്യുക മാട്രിക്സിന്റെ. ആ ഡിറ്റർമിനന്റ് ആയിരിക്കും ഇതിൽ ലാസ്റ്റ് നമ്പർ വരുന്നത്. അതുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഓക്കെ, അപ്പൊ -2 ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following subsets of the vector space R3 over R is a subspace? ഓക്കെ, അതായത് നമ്മുടെ വെക്ടർ സ്പേസ് ഏതാണ്? R3 over R ആണ് നമ്മുടെ വെക്ടർ സ്പേസ്. ഓക്കെ, ഈ വെക്ടർ സ്പേസിന്റെ സബ്സ്പേസ് ആയിട്ട് വരുന്ന സെറ്റുകൾ ഏതൊക്കെ എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കൂ, സബ്സ്പേസ് ആവാൻ നിങ്ങൾ ആദ്യം വേണ്ടത് എന്താണ്? ഓക്കെ, അപ്പൊ നമുക്ക് V over F എന്നുള്ളൊരു വെക്ടർ സ്പേസ് ഉണ്ട്. ഓക്കെ, നോക്കുക, V over F R3 over R പോലെയല്ലേ? ഓക്കെ, ഇതിന്റെ വിന്റെ ഒരു സബ്സെറ്റ് ആണ് ഏത്? W. ഓക്കെ, വിന്റെ ഒരു സബ്സെറ്റ് ആണ് W. ഓക്കെ, ഈ W എന്നുള്ള സബ്സെറ്റിനെ ഒരു സബ്സ്പേസ് എന്ന് പറയണമെങ്കിൽ, അതായത് ഇത് വിന്റെ സബ്സെറ്റ് ആയിട്ടുള്ള W ഒരു വെക്ടർ സ്പേസ് ആണെങ്കിൽ, ഓക്കെ, നമുക്കൊരു രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ, സീറോ വെക്ടർ എവിടെ വരണം? W വരണം. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? അതായത് W ഒരു സബ്സ്പേസ് ആവാനുള്ള ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? സീറോ വെക്ടർ W ഉണ്ടായിരിക്കണം. അതേപോലെ ഫോർ ആൽഫ ബീറ്റ ബിലോങ്സ് ടു W ആൻഡ് C ബിലോങ്സ് ടു F. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? ഈ W എന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് വെക്ടർ ആൽഫ ബീറ്റ എടുക്കുക. ഈ ഫീൽഡിൽ നിന്ന് നമ്മളൊരു നമ്പർ C എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? C ആൽഫ പ്ലസ് ബീറ്റ എന്നുള്ള വെക്ടർ എവിടെ തന്നെ വരണം? W തന്നെ വരണം. എന്ന് പറഞ്ഞാൽ രണ്ട് വെക്ടർ ആൽഫ ബീറ്റ W നിന്ന് എടുത്ത് C എന്നുള്ളൊരു നമ്പറിനെ ഫീൽഡിൽ നിന്ന് എടുത്ത് C ആൽഫ പ്ലസ് ബീറ്റ എന്നുള്ള ഈ വെക്ടർ വീണ്ടും എവിടെ തന്നെ വരണം? W തന്നെ വരണം. ഓക്കെ, അപ്പൊ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് W ഒരു സബ്സ്പേസ് ആവുന്നത്. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്താൽ മതി. ഇതിൽ ആദ്യത്തെ കണ്ടീഷൻ ശരിയല്ലെങ്കിൽ തന്നെ നമുക്കത് സബ്സ്പേസ് അല്ല എന്ന് പറയാം. നോക്കൂ, ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? x1 x2 x3 such that x3 equal to 1. x3 എന്നുള്ള എലമെന്റ് എപ്പോഴും 1 ആയിരിക്കണം. ഓക്കെ, നോക്കൂ, W ലുള്ള ഈ 3 ടപ്പിളിൽ സീറോ വെക്ടർ എന്നാണ് ഏതാണ്? അത് 0 0 0 അല്ലേ? പക്ഷെ നോക്കൂ, ഈ മൂന്നാമത്തെ എലമെന്റ് 1 ആവണം എന്നാണ് ഇവിടുത്തെ കണ്ടീഷൻ. അപ്പൊ നമുക്ക് നോക്കൂ, ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റില്ല? 0 കൊടുക്കാൻ പറ്റില്ല. അവിടെ 1 നിർബന്ധമായിട്ടും വരണം. അപ്പൊ ഒരിക്കലും ലാസ്റ്റ് കോർഡിനേറ്റ് 0 വരില്ല. എന്ന് പറഞ്ഞാൽ 0 0 0 എന്നുള്ള വെക്ടർ എവിടെ ഇല്ല? നമ്മുടെ ഈ W എന്നുള്ള സെറ്റിൽ ഇല്ല. ഓക്കെ, കാരണം നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് 0 എന്നുള്ള വെക്ടർ W വരണം എന്നാണ്. R3 ലെ 0 എന്ന് പറഞ്ഞാൽ ഏതാ? 0 0 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 0 0 0 എന്നുള്ള വെക്ടർ എന്തിലില്ല? ഫസ്റ്റ് ഓപ്ഷനിൽ, നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ W ഇല്ല. അപ്പൊ അതെന്തല്ല? സബ്സ്പേസ് അല്ല. ഇതേപോലെ നിങ്ങൾ C ഓപ്ഷൻ ഒന്ന് നോക്കൂ. C ഓപ്ഷൻ ചെക്ക് ചെയ്താൽ x1 x2 x3 x2 ഗ്രേറ്റർ ദാൻ 0. അത് പറഞ്ഞാൽ സെക്കൻഡ് കോർഡിനേറ്റ് പോസിറ്റീവ് ആയിരിക്കണം എന്ന് അവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ 0 അല്ല എന്നല്ലേ? അവിടെ സെക്കൻഡ് കോർഡിനേറ്റ്, ഫസ്റ്റ് കോർഡിനേറ്റ് 0 ആവാം. ഓക്കെ, തേർഡ് കോർഡിനേറ്റ് 0 ആവാം. ഓക്കെ, സെക്കൻഡ് കോർഡിനേറ്റ് കണ്ടീഷൻ ഉണ്ട്. അവിടെ 0-നേക്കാട്ടിലും വലിയ നമ്പർ. എന്ന് പറഞ്ഞാൽ അവിടെ 0 കൊടുക്കാൻ പറ്റൂല. അത് പറഞ്ഞാൽ 0 0 0 എന്നുള്ള വെക്ടർ എവിടെ ഇല്ല? ഈ C എന്നുള്ള കേസിൽ ഈ സെറ്റിലില്ല. ഓക്കെ, അപ്പൊ 0 0 0 എന്നുള്ള ഈ വെക്ടർ ഫസ്റ്റ് കേസിലും ഇല്ല, തേർഡ് കേസിലും ഇല്ല. ഈ സെക്കൻഡ് കേസ് ബിയിൽ ഉണ്ടോ നോക്കാം. നോക്കൂ, ഈ കേസിൽ x3 0 ആയിരിക്കണം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ബി കേസാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇപ്പൊ നോക്കൂ, ബി കേസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ മൂന്നാമത്തെ കോർഡിനേറ്റ് 0 ആയിട്ടുള്ള ഒരു വെക്ടർ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് രണ്ട് കോർഡിനേറ്റ് എന്തും ആവാം. ഓക്കെ, അവിടെ കണ്ടീഷൻ നമ്മളോട് ഒന്നും പറഞ്ഞിട്ടില്ല. തേർഡ് കോർഡിനേറ്റ് 0 ആവണമെന്നേ പറഞ്ഞുള്ളൂ. അപ്പൊ ഫസ്റ്റ് രണ്ട് കോർഡിനേറ്റ് നമുക്ക് 0 കൊടുക്കാം. അപ്പൊ നോക്കൂ, 0 0 0 എന്നുള്ള വെക്ടർ എവിടെ ഉണ്ട്? ബി എന്നുള്ള കേസിൽ W ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആയി. ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. അതായത് ആൽഫയും ബീറ്റയും W എടുത്തിട്ട് C ആൽഫ പ്ലസ് ബീറ്റ W ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നോക്കൂ, ഞാൻ ആൽഫ ആയിട്ട് ഈ W എന്നുള്ള ഒരു വെക്ടർ എടുക്കാം. W എന്നുള്ള വെക്ടർ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തേർഡ് കോർഡിനേറ്റ് 0 ആയിരിക്കണം. അപ്പൊ x1 y1 0. ഒരു ബീറ്റ എന്നുള്ള വെക്ടർ എടുത്തു, x2 y2 0. രണ്ടിന്റെയും തേർഡ് കോർഡിനേറ്റ് 0 ആണ്. ഞാൻ ഫീൽഡിൽ നിന്ന് ഒരു നമ്പർ C എടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെക്ക് ചെയ്യാം? C ആൽഫ പ്ലസ് ബീറ്റ ചെക്ക് ചെയ്യാം. നോക്കൂ, C ഇൻറ്റു ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെക്ടർ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ ഈ വെക്ടർ. ഓക്കെ, നോക്കൂ, C ഇൻറ്റു ഈ വെക്ടർ എന്ന് പറഞ്ഞാൽ ഓരോന്നിനോട് മൾട്ടിപ്ലൈ ചെയ്യാം. CX1 CY1 C ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0. ഓക്കെ, ഇനി നോക്കൂ, പ്ലസ് x2 y2 0. ഇനി നോക്കൂ, CX1 പ്ലസ് x2 അതിവിടെ എഴുതി, CY1 പ്ലസ് y2 അതിവിടെ എഴുതി, 0 പ്ലസ് 0 0.
നോക്കൂ ഈ വെക്ടറിന്റെ പ്രത്യേകത എന്താണ്? ഫസ്റ്റ് എലമെന്റ് അവിടെ ഉണ്ട്, സെക്കൻഡ് എലമെന്റ് ഉണ്ട്, തേർഡ് എലമെന്റ് 0 ആണ്, തേർഡ് കോർഡിനേറ്റ് 0 ആണ്. തേർഡ് കോർഡിനേറ്റ് 0 ആയിട്ടുള്ള വെക്ടേഴ്സ് ആണ് W ൽ വരുന്നത്. അപ്പൊ ഈ വെക്ടർ അവിടെ ഉണ്ട്, ദാറ്റ് ബിലോങ്സ് ടു W, അത് W ൽ ഉണ്ട്. അപ്പൊ ആൽഫയും ബീറ്റയും W എന്ന് നമ്മൾ എടുത്ത് C ഫീൽഡിൽ നിന്ന് എടുത്ത് C ആൽഫ പ്ലസ് ബീറ്റ എവിടെ ഉണ്ട്? W ൽ തന്നെ ഉണ്ട്. അപ്പൊ എന്ത് പറയാം നമുക്ക്? B എന്നുള്ള കേസിൽ W എന്താണ്? ഒരു സബ് സ്പേസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ രണ്ട് കണ്ടീഷൻ ചെക്ക് ചെയ്താൽ മതി. നിങ്ങൾ ഓർത്തിരിക്കുക, ഫസ്റ്റ് കണ്ടീഷൻ ശരിയല്ലാത്തതൊന്നും എന്തല്ല? സബ് സ്പേസ് അല്ല. ഈ ഫസ്റ്റ് കണ്ടീഷൻ ശരിയാവുന്നത് ഓൾമോസ്റ്റ് എല്ലാം എന്തായിരിക്കും? മിക്കവാറും സബ് സ്പേസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, നോക്കൂ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെറ്റ് T from R3 to R3 be a linear transformation defined by T of x y to z is equal to x plus y, y plus z, z plus x for all x y z belongs to R3. ഓക്കെ, നമുക്ക് R3 നിന്ന് R3 ലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നിട്ടുണ്ട്. ഇവിടുത്തെ 3 ടപ്പിളിനെ വേറൊരു 3 ടപ്പിളിലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? റാങ്ക് 0 നള്ളിറ്റി 3, റാങ്ക് 1 നള്ളിറ്റി 2. ഇതിലേതാണ് ട്രൂ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് റാങ്കും നള്ളിറ്റിയും ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഇതിനെ ഒന്നുകിൽ ഡയറക്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഡെഫിനിഷൻ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ മെട്രിക്സ് ഫോമിലേക്ക് മാറ്റിയിട്ട് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ നിങ്ങൾക്ക് മെട്രിക്സ് ഫോമിന്റെ ഒരു ഐഡിയ പറഞ്ഞുതരാം. മേ ബി അതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻസ്. ഇപ്പോൾ നോക്കൂ, R3യിലുള്ള സ്റ്റാൻഡേർഡ്, ഇപ്പോൾ R3 നിന്ന് R3യിലേക്കാണ് നമ്മളെ ട്രാൻസ്ഫോർമേഷൻ ഉള്ളത്. R3 നിന്ന് R3യിലേക്ക്. ഓക്കെ, നോക്കൂ നിങ്ങളെ ഇവിടുത്തെ R3ന്റെ സ്റ്റാൻഡേർഡ് ബേസിസ് എടുക്കുക. R3ന്റെ സ്റ്റാൻഡേർഡ് ബേസിസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 0 0 0 1 0 0 1 0 0 1 ആണ് നമ്മുടെ R3യുടെ സ്റ്റാൻഡേർഡ് ബേസിസ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫോർമേഷനിൽ ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ് എലമെന്റ്, തേർഡ് എലമെന്റ് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുക നോക്കാം. നമുക്ക് T of 1 0 0 കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന് നമ്മൾ എന്ത് ചെയ്യുക? 1 കൊടുക്കുക, വൈയും സെറ്റും 0 കൊടുക്കുക. നോക്കൂ, എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ 1 plus 0 0 plus 0 0 plus 1 അല്ലേ കിട്ടുക. എന്നാൽ നമുക്ക് എന്താ കിട്ടുക? 1, 0, 1 നമുക്ക് കിട്ടുക. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാം? T of 0 1 0 കൊടുക്കുക എന്ന് പറഞ്ഞാൽ വൈക്ക് നമ്മൾ 1 കൊടുക്കുക, ബാക്കിയെല്ലാം 0. ഇവിടെ y ഉള്ള കോർഡിനേറ്റ് ഇതാണ്. അപ്പോൾ ഇവിടെ വൈക്ക് 1 കൊടുത്ത് ബാക്കി എല്ലാത്തിനും 0 കൊടുത്താൽ 0 plus 1 1 plus 0 0 plus 0 എന്ന് പറഞ്ഞാൽ 1 1 0 എന്നാണ് കിട്ടുക നമുക്ക്. ഓക്കെ, 1 1 0. അതേപോലെ T of 0 0 1 എന്ന് പറഞ്ഞാൽ z-ന് നമ്മൾ 1 കൊടുക്കുക, ബാക്കിയെല്ലാം 0. ഓക്കെ, z-ന് 1 കൊടുത്തു കഴിഞ്ഞാൽ ഈ സെക്കൻഡും തേർഡും 1 ആയിട്ട് വരും, ഫസ്റ്റത്തേത് 0 ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് 0 0 1 എന്നാണ് കിട്ടുക. സോറി, 0 1 1 ആണ് കിട്ടുക. ഓക്കെ, 0 1 1. ഓക്കെ, ഇനി നോക്കൂ, അപ്പോൾ നമ്മൾ R3ന്റെ സ്റ്റാൻഡേർഡ് ബേസിസ് എഴുതി, അത് Tയിൽ അപ്പ് കൊടുത്തു. അപ്പോൾ നമുക്ക് 3 വെക്ടേഴ്സ് കിട്ടി. ഇനി ഇതിന്ന് T എന്നുള്ള ട്രാൻസ്ഫോർമേഷനെ ഈ ബേസിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യുക, T in B. ഇത് നമുക്ക് എഴുതാൻ വളരെ ഈസിയാണ്. നമ്മൾ എന്ത് ചെയ്യുക? ഈ ഫസ്റ്റ് റോനെ കോളം ആയിട്ട് എഴുതുക. അതായത് ഫസ്റ്റ് വെക്ടർ നമ്മൾ കോളം ആയിട്ട് എഴുതുക. 1 0 1 1 0 1 1 1 0. അടുത്തത് 0 1 1 0 1 1. നോക്കൂ, ഇനി നമ്മൾ ഈ ട്രാൻസ്ഫോർമേഷന്റെ നോക്കൂ, നമുക്ക് ഇപ്പൊ തന്ന ട്രാൻസ്ഫോർമേഷന്റെ മെട്രിക്സ് ആണിത്. അപ്പൊ ഈ ട്രാൻസ്ഫോർമേഷന്റെ റാങ്കും നള്ളിറ്റിയും കാണുന്നതിന് പകരം നമ്മൾ ഈ മെട്രിക്സിന്റെ റാങ്കും നള്ളിറ്റിയും കണ്ടാൽ മതി. അതാണ് അതിന്റെ ലോജിക്ക്. ഓക്കെ, അത് രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, നോക്കൂ, അപ്പൊ ഈ ട്രാൻസ്ഫോർമേഷന്റെ നോക്കൂ ഡിറ്റർമിനന്റ് എന്താ നോക്കുക, അല്ലെങ്കിൽ ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നോക്കുക, കാരണം റാങ്ക് കണ്ടുപിടിക്കണമല്ലോ. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് T എന്താ നോക്കാം. നോക്കൂ, 1 into 1 minus 0 എന്ന് പറഞ്ഞാൽ 1 അല്ലേ, 1 minus 1 into നോക്കൂ, ഇത് 0 minus 1 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് -1 ആണ്. അപ്പോൾ ഇവിടെ എന്തായി? നമുക്ക് ആദ്യം മുതൽ ജസ്റ്റ് ഒന്ന് വൃത്തിയിൽ എഴുതി നോക്കാം. 1 into 1 minus 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1. പിന്നെ -1 into പിന്നെ 0 minus 1 എന്ന് പറഞ്ഞാൽ -1 പ്ലസ് പിന്നെ 0 into ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, 0 minus 1 എന്ന് പറഞ്ഞാൽ എന്താണ്? -1. ഓക്കെ, നോക്കൂ, ഇത് 1, ഇത് +1, ഇത് +0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറ്റർമിനന്റ് 2 ആ കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 2 കിട്ടിയ മീനിങ് എന്താണ്? ഇത് 3/3 ആണ് ഇതിന്റെ ഓർഡർ. ഡിറ്റർമിനന്റ് നോൺ സീറോ ആയിട്ടുള്ള മെട്രിക്സിന്റെ ഓർഡർ ആണ് അതിന്റെ റാങ്ക്. എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സിന്റെ റാങ്ക് എന്താണ്? ഡിറ്റർമിനന്റ് നോൺ സീറോ ആയതുകൊണ്ട് റാങ്ക് ഓഫ് T എന്താണ്? 3 ആണ്. നോക്കൂ, റാങ്ക് 3 ആയിട്ടുള്ള എത്ര ഓപ്ഷൻ ഉണ്ട്? നോക്കൂ, ഇവിടെ റാങ്ക് 0, റാങ്ക് 2, റാങ്ക് 1, റാങ്ക് 3. അപ്പം തന്നെ നമുക്ക് ഉറപ്പിക്കാം എന്ത്? നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി. ഓക്കെ, ഇനി നള്ളിറ്റി 0 എന്ന് എങ്ങനെ കിട്ടാൻ നോക്കാം. നമുക്കറിയാം റാങ്കും നള്ളിറ്റിയും കൂടെ കൂട്ടിയാൽ നമുക്ക്, നിങ്ങൾ ഓർത്തിരിക്കുക, റാങ്ക് ഓഫ് T പ്ലസ്
നള്ളിറ്റി ഓഫ് ടി ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, നമ്പർ ഓഫ് കോളംസ് ഓഫ് ദി മെട്രിക്സ്. ഓക്കെ, മെട്രിക്സിന്റെ കോളംസ് അല്ലെങ്കിൽ ഒന്നുകിൽ മെട്രിക്സിന്റെ കോളംസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ സ്പേസിന്റെ ഡൊമൈൻ സ്പേസിന്റെ ഡയമെൻഷൻ. ഡൊമൈൻ സ്പേസിന്റെ ഡയമെൻഷൻ എന്താണ്? 3 ആണ്. അല്ലെങ്കിൽ നമ്പർ ഓഫ് കോളംസ് എന്താണ്? 3 ആണ്. രണ്ടും 3 തന്നെയാണ്. അപ്പൊ റാങ്കും നള്ളിറ്റിയും കൂട്ടിയാൽ 3 കിട്ടണം. നോക്കൂ, റാങ്ക് നമുക്ക് ഇവിടെ 3 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 3 പ്ലസ്, അപ്പോൾ ഈക്വൽ ടു 3 ഇവിടെ ഉണ്ട്. നോക്കുക, അപ്പൊ നള്ളിറ്റി ഇവിടെ എന്തായിരിക്കണം? 3നോട് എന്ത് കൂട്ടിയാലും നമുക്ക് 3 കിട്ടുക? 0. അപ്പൊ നള്ളിറ്റി എന്താന്ന് കിട്ടി? 0 ആണ്. അപ്പൊ റാങ്ക് 3യും നള്ളിറ്റി 0. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് റാങ്ക് നള്ളിറ്റി തിയറം വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ റാങ്ക് 3 എന്ന് കിട്ടുമ്പോൾ തന്നെ അങ്ങനെ ഒരു ഓപ്ഷൻ മാത്രമേ നമ്മുടെ ആൻസറിലുള്ളൂ. അപ്പൊ തന്നെ നമുക്ക് ഉറപ്പിക്കുക D ആണ്. ഇനി നള്ളിറ്റി 0 എന്നുള്ളത് കൺഫേം ചെയ്യാനാണ് ഞാനത് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Let T from R2 to R2 be a linear transformation such that T of 1, 2 equal to 2, 3, T of 0, 1 equal to 1, 4. ഓക്കെ, നമുക്ക് R2 നിന്ന് R2ലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നിട്ടുണ്ട്. അത് 1, 2നെ 2, 3ലേക്കും 0, 1നെ 1, 4ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ മീനിങ് സിമ്പിൾ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. ഇതാണ് R2, ഇതാണ് ഇവിടുത്തെ R2. R2 നിന്ന് R2ലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മുടെ T. ഓക്കെ, ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ T. ഇത് ഏതൊക്കെയാണ് 1, 2നെ എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുന്നത്? 1, 2, അതേപോലെ 2, 3, അതേപോലെ 0, 1, അതേപോലെ നമുക്ക് 1, 4. ഓക്കെ, നോക്കൂ, നമുക്ക് തന്നിട്ടുള്ളത് R2ലെ 1, 2നെ ഈ T എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുന്നത്? 2, 3. T of 1, 2 equal to 2, 3 ആണ്. അതേപോലെ T of 0, 1 എന്താണ്? 1, 4 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ജനറൽ ആയിട്ട് T of xy എന്നുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ, അതായത് ഒരു എക്സും വൈയും നമ്മൾ ഒരു 2 ടപ്പിൾ നമ്മൾ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ T എന്നുള്ള മാപ്പ് ഇതിനെ ഏതോ ഒരു നമ്പറിലേക്ക് മാപ്പ് ചെയ്യും, ഏതോ ഒരു വെക്ടറിലേക്ക് മാപ്പ് ചെയ്യും. ആ ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ ആ ട്രാൻസ്ഫോർമേഷനിൽ T of 5, 6 കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് T of 5, 6 എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ 5, 6 എന്നുള്ള നമ്പറിനെ എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കത് കണ്ടുപിടിക്കണമെങ്കിൽ T of xy എന്താണെന്ന് കണ്ടുപിടിക്കണം. നിങ്ങൾ നോക്കാം, നമുക്കൊരു തിയർ ഉണ്ട്. ഈ ഒരു ട്രാൻസ്ഫോർമേഷനെ 1, 2നെ 2, 3ലേക്കും 0, 1നെ 1, 4ലേക്കും മാപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ ഇവിടുത്തെ ഈ 1, 2ഉം 0, 1ഉം അത് ഇവിടുത്തെ സ്പേസിന്റെ ഒരു ബേസിസ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാർ, അതായത് ഈ രണ്ട് വെക്ടേഴ്സ് എന്താണ്? ഇതൊരു ബേസിസ് ആയിരിക്കും. ഓക്കെ, നോക്കൂ, ഇത് ഒരു ബേസിസ് ആണെങ്കിൽ ഈ 1, 2ഉം 0, 1ഉം R2ന്റെ ഒരു ബേസിസ് ആണെങ്കിൽ ഞാനിത് ജസ്റ്റ് ഇവിടെ നിന്ന് എഴുതാം. 1, 2, 0, 1 എന്നുള്ളത് എന്താണ്? R2ന്റെ ഒരു ബേസിസ് ആണെന്ന് കിട്ടി. ഇത് ബേസിസ് ആണെങ്കിൽ R2ലുള്ള xy എന്നുള്ള വെക്ടർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. അതാണ് ബേസിസിന്റെ ഡെഫിനിഷൻ. ഓക്കെ, നമുക്ക് ഈ R2ലുള്ള ഏത് x, y എന്നുള്ള വെക്ടർ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ ബേസിസിലുള്ള വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. എങ്ങനെയാണ് അത് എഴുതുക? സം C1 into 1, 2 plus സം C2 into 0, 1. ഓക്കെ, നോക്കൂ, ഈ xy എന്നുള്ള വെക്ടർ മറ്റ് രണ്ട് വെക്ടറിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? ഈ C1, C2 എന്താണെന്ന് കണ്ടുപിടിക്കാം. നോക്കൂ, C1, C2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ x, y ഈക്വൽ ടു C1, നമുക്ക് ഈ ഇതൊന്നൊരു ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കാൻ പറ്റുമല്ലോ. എന്തായിരിക്കും നമ്മുടെ ഇക്വേഷന്? 1 into C1 പ്ലസ് 0 into C2 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 0 ആയിപ്പോയി, നമുക്കത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ 1 into C1 പ്ലസ് 0 into C2 എഴുതണം ഈക്വൽ ടു ഫസ്റ്റ് കോർഡിനേറ്റ് x. ഓക്കെ, അതേപോലെ അടുത്ത ഇക്വേഷൻ നമുക്ക് 2C1 പ്ലസ് 1 into C2 എന്ന് പറഞ്ഞാൽ C2 ഈക്വൽ ടു y എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് കോർഡിനേറ്റ്. ഓക്കെ, നമുക്ക് രണ്ട് ഇക്വേഷൻ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. നോക്കൂ, C1ന്റെ വാല്യൂ x എന്നുള്ള ഇതിൽ കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക? 2 into x പ്ലസ് C2 is equal to y. ഓക്കെ, നോക്കൂ, ഇംപ്ലൈസ് ഇതിന്ന് C2 നമുക്ക് കിട്ടില്ല. C2 എന്ന് പറഞ്ഞാൽ y നെ ഞാൻ അവിടെ എഴുതി 2x റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി -2x. നോക്കൂ, ഇപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? C1 എന്നുള്ള വാല്യൂ എന്താണ്? ഇവിടുത്തെ x എന്നുള്ള നമ്പർ തന്നെയാണ്. ഇവിടുത്തെ C2 എന്ന് പറഞ്ഞാൽ ആരാണ്? y - 2x ആണ്. ഓക്കെ, y - 2x ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇത് തിരിച്ചിട്ട് നമ്മുടെ ഇക്വേഷനിൽ കൊണ്ടുപോയി കൊടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, ഇതിൽ ഈ xyനെ t എങ്ങോട്ടാ മാപ്പ് എന്ന് നോക്കുക. ഇവിടെ ഒരു xy ഉണ്ടല്ലോ, ആ xyനെ t എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുന്നത് നമ്മൾ നോക്കുക. എന്ന് പറഞ്ഞാൽ
ടി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ടി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ടി ഓഫ് ദിസ് എന്നല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. സോ ടി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടുക? അപ്പോൾ നമുക്ക് ടി ഓഫ് എക്സ് കോമ വൈ ഇസ് ഈക്വൽ ടു ടി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ടി ഓഫ് ദിസ് എന്നാണ്. ടി ഓഫ് ദിസ് എന്നാൽ ടി ഓഫ് ദിസ് പ്ലസ് ടി ഓഫ് ദിസ് എന്നാണ്. അപ്പോൾ നമുക്ക് സി കോൺസ്റ്റന്റിനെ പുറത്ത് വെക്കാം. അപ്പോൾ C1 ഇൻറ്റു ടി ഓഫ് 1 2 പ്ലസ് അതേപോലെ ഇവിടെ ശരിക്കും വരുന്നത് എന്താണ്? ടി ഓഫ് C2 01 എന്നാണ് വരിക. പക്ഷെ C2 കോൺസ്റ്റന്റ് നമുക്ക് പുറത്ത് വെക്കാം. C2 ഇൻറ്റു ടി ഓഫ് 01 എന്ന് എഴുതാം. ഓക്കെ, C2 ഇൻറ്റു ടി ഓഫ് 01. ഓക്കെ, ഇനി നോക്കൂ, ഇവിടെ C1 എന്ന് നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത്? എക്സ് ആണ്. അപ്പോൾ നമുക്കത് വാല്യൂ അവിടെ കൊടുക്കാം. എക്സ് ഇൻറ്റു ടി ഓഫ് 1 2 നമുക്ക് തന്നിട്ടുണ്ട്. ടി ഓഫ് 1 2 2 3 ആണ്, അത് അവിടെ കൊടുക്കുക. ഓക്കെ, 2, 3 പ്ലസ് C2 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് y മൈനസ് 2x ആണ്, നമ്മൾ അത് അവിടെ കൊടുക്കുക. y മൈനസ് 2x ഇൻറ്റു നമുക്ക് ടി ഓഫ് 01 നമുക്ക് തന്നിട്ടുണ്ട്. 01 എന്താണ്? 14 ആണ്. ഓക്കെ, ആ 14 അവിടെ കൊടുക്കുക. 1,4. ഓക്കെ, ഇനി നോക്കൂ, ഇത് 2x എന്നല്ല കിട്ടുക. 2x, 3x പ്ലസ് നോക്കൂ 1 ഇൻറ്റു y മൈനസ് 2x എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? y മൈനസ് 2x പിന്നെ 4 ഇൻറ്റു y മൈനസ് 2x എന്ന് പറഞ്ഞാൽ ഇത് 4y മൈനസ് 4 ഇൻറ്റു 2x എന്ന് പറഞ്ഞാൽ 8x അല്ലേ? ഇങ്ങനെ കിട്ടും. നോക്കൂ, ഇത് രണ്ട് 2 ടപ്പിൾ ആഡ് ചെയ്യാനല്ലേ? നമുക്ക് എന്താ കിട്ടുക? 2x പ്ലസ് y മൈനസ് 2x. അതിലെ മൈനസ് 2x പ്ലസ് 2x ക്യാൻസൽ ആയപ്പോൾ നമുക്ക് എന്താ കിട്ടുക? y എന്നാണ് കിട്ടുക. y പിന്നെ 3x മൈനസ് 8x പ്ലസ് 4y അല്ലെങ്കിൽ 3x പ്ലസ് 4y മൈനസ് 8x. നമുക്ക് 3x മൈനസ് 8x ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് 5x കിട്ടും. പ്ലസ് 4y അല്ലെങ്കിൽ 4y മൈനസ് 5x. 4y മൈനസ് 5x. ഓക്കെ, ഇപ്പൊ നോക്കൂ, ടി ഓഫ് എക്സ് വൈ എന്നുള്ളത് എന്താണ്? y 4y മൈനസ് 5x. നമുക്ക് ഇക്വേഷൻ കിട്ടി. ടി എന്നുള്ള ട്രാൻസ്ഫോർമേഷന് എക്സ് വൈ എന്നുള്ള ഏതെങ്കിലും ഒരു വെക്ടറിനെ y 4y മൈനസ് 5x മാപ്പ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എക്സ് വൈ നമുക്ക് എങ്ങനെയാണ് മാപ്പ് ചെയ്യുന്നത്? ഇവിടെ y, 4y മൈനസ് 5x ഈ എക്സ് വൈനെ ടി മാപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മളോട് ചോദ്യം എന്താണ്? 5 6 എന്താവുന്നല്ലേ? അപ്പൊ നമുക്ക് ഇക്വേഷനിൽ കൊടുത്താൽ മതി. ടി ഓഫ് 5 6 എന്താവും നോക്കാൻ. ടി ഓഫ് 5, 6 എന്ന് പറഞ്ഞാൽ എക്സിന് നമ്മൾ 5 കൊടുക്കുക, വൈക്ക് നമ്മൾ 6 കൊടുക്കുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ y ആണ് വരുന്നത്. y എന്ന് പറഞ്ഞാൽ 6 അല്ലേ? 6, പിന്നെ 4 ഇൻറ്റു y എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 6 മൈനസ് 5 ഇൻറ്റു x എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു 5. 5 ഇൻറ്റു 5 ഇതായിരിക്കും നമ്മുടെ ആൻസർ. എന്ന് പറഞ്ഞാൽ നമുക്ക് 6, ഇത് 24 മൈനസ് 25 എന്ന് പറഞ്ഞാൽ -1 ആണ് കിട്ടുക. ഓക്കെ, നമുക്ക് 6 മൈനസ് 1ലേക്കാണ് 5 6നെ മാപ്പ് ചെയ്യുക. അപ്പോൾ 5 6നെ 6 മൈനസ് 1ലേക്കാണ് മാപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? 6 മൈനസ് 1 ഉള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന്റെ കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഇത് എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? എക്സ് വൈ ഈക്വൽ ടു C1 ഇൻറ്റു 1 2 പ്ലസ് C2 ഇൻറ്റു 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. C1 C2 ഫൈൻഡ് ചെയ്യുക. ഈ ഇക്വേഷനിൽ രണ്ട് സൈഡിലും ടി അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻ കിട്ടും. അതിൽ ഏതാണോ വേണ്ടത് ആ പോയിന്റ് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The system of linear equations x minus 2y plus 3z equal to minus 2 minus x plus y minus 2z equal to 3 2x minus y plus 3z equal to 1 has unique solution, infinite solution, no solution, none of these. അപ്പോൾ നമുക്ക് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. 3 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഈ സിസ്റ്റത്തിന് യുണീക് സൊല്യൂഷൻ ആണോ, ഇൻഫിനിറ്റ് സൊല്യൂഷൻ ആണോ, അല്ലെങ്കിൽ സൊല്യൂഷൻ ഇല്ലേ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കറിയാം ഈ നൺ ഓഫ് ദീസ് എന്തായാലും ആയിരിക്കില്ല. കാരണം ഇതിൽ നമുക്കറിയാം സിസ്റ്റം ഓഫ് ഇക്വേഷൻ 3 ഓപ്ഷനേ ഉള്ളൂ. ഏതൊക്കെയാണ്? ഇൻഫിനിറ്റ് സൊല്യൂഷൻ, യുണീക് സൊല്യൂഷൻ, നോ സൊല്യൂഷൻ. അപ്പോൾ ഇത് എന്തായാലും അല്ല. ഇനി നമുക്കത് എങ്ങനെ ചെക്ക് ചെയ്യാം? നമുക്കറിയാം, നമുക്ക് ഈ മെട്രിക്സിന്റെ ഇതിനെ മെട്രിക്സ് ഫോമിൽ എഴുതാൻ നമുക്കറിയാം. എങ്ങനെയാണ്? അതായത് നമുക്കിതാ നമ്മുടെ ഇക്വേഷൻ ഇതാണ്. എക്സ് മൈനസ് 2y പ്ലസ് 3z ഇക്വൽ ടു -2. അതേപോലെ മൈനസ് എക്സ് പ്ലസ് വൈ മൈനസ് 2z ഈക്വൽ ടു 3. അതേപോലെ 2x മൈനസ് വൈ പ്ലസ് 3z ഈക്വൽ ടു 1. നോക്കൂ, ഇതിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സിസ്റ്റം ഓഫ് ഇക്വേഷൻ രൂപത്തിൽ, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് മെട്രിക്സ് ഫോമിൽ എഴുതാൻ നമുക്കറിയാം. ഏതൊക്കെയാണ്? ഇതിന്റെ കോഎഫിഷ്യൻസ് എടുക്കുക. 1 -2 3, അതുപോലെ -1
1 മൈനസ് 2 അതുപോലെ 2 മൈനസ് 1 3. ഓക്കെ, ഇനി നോക്കൂ ഇൻറ്റു നമ്മുടെ 3 വേരിയബിൾസ് ആണുള്ളത് എക്സ് വൈ സെറ്റ്. എക്സ് വൈ സെറ്റ് ഇസ് ഈക്വൽ ടു എന്നുള്ളത് നമ്മൾ എഴുതി, പിന്നെ -2 3 1. ഓക്കെ, നോക്കൂ ഇത് ഏത് ഫോമിലാണ് ഉള്ളത്? ഇത് നോക്കൂ, ഇത് എ ഇൻറ്റു എക്സ് ഈക്വൽ ടു ബി എന്നുള്ള ഫോമിലായില്ലേ? എ ഇൻറ്റു ഇതൊരു എക്സ് എന്നുള്ള കോളം വെക്ടർ, എ ഇൻറ്റു എക്സ് ഈക്വൽ ടു ബി എന്നുള്ള ഫോമിലായി. ഓക്കെ, അപ്പൊ നോക്കൂ എ ഇൻറ്റു എക്സ് ഈക്വൽ ടു ബി എന്നുള്ള ഫോമിൽ നമ്മൾ ഇതിനെ മാറ്റി എഴുതി. ഇനി നമുക്ക് സിസ്റ്റം ഓഫ് ഇക്വേഷന്റെ സൊല്യൂഷൻ ഉണ്ടാവാനുള്ള കണ്ടീഷൻ എന്താണ്? നമുക്കറിയാം ഇതാണ് നമ്മുടെ എ എന്നുള്ള മെട്രിക്സ്. ഇത് നമുക്ക് ഇതിന്ന് ഓഗ്മെന്റഡ് മെട്രിക്സ് ഏതാണ്? നോക്കൂ 1 -2 3 -1 1 -2 2 -1 3. നമ്മൾ ഈ മെട്രിക്സിന്റെ കൂടെ ഈ ബി എന്നുള്ള മെട്രിക്സിനെയും കൂടെ നമ്മൾ ഒരുമിച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ -2 3 1. അതായത് നമ്മൾ എന്ത് ചെയ്യുക, ബി എന്നുള്ള മെട്രിക്സിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനോട് ചേർത്ത് വെക്കുക എനോട് കൂടെ. ഇതിനാണ് നമ്മൾ ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് നമ്മൾ പറയുന്നത്, എ ബി. ഓക്കെ, നമ്മുടെ സിസ്റ്റം ഓഫ് ഇക്വേഷനിൽ സൊല്യൂഷൻ ഉണ്ടാവാനുള്ള കണ്ടീഷൻ എന്താണ്? റാങ്ക് ഓഫ് എ ബി. ഓക്കെ, റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ. ഓക്കെ, എന്റെയും എ ബിന്റെയും റാങ്ക് സെയിം ആണെങ്കിലാണ് എന്ത് ചെയ്യുക, സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇംപ്ലൈസ് സൊല്യൂഷൻ. ദർ ഈസ് എ സൊല്യൂഷൻ. മേ ബി അത് ഇൻഫിനിറ്റ് ആവാം, വൺ സൊല്യൂഷൻ ആവാം, അതായത് യൂണിക് സൊല്യൂഷൻ ആവാം, മോർ ദാൻ വൺ സൊല്യൂഷൻ ആവാം. സൊല്യൂഷൻ ഉണ്ടാവാനുള്ള കണ്ടീഷൻ എന്താണ്? റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും ഈക്വൽ ആവുന്നത്. നമുക്ക് ആദ്യം ഇത് ഈക്വൽ ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് എ ബിന്റെ റാങ്ക് കാണുന്നതിന് വരെ ആദ്യം എന്റെ റാങ്ക് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അത് നോക്കൂ, ഈ മെട്രിക്സിന്റെ റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഡിറ്റർമിനന്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് എന്താ ആൻസർ കിട്ടാൻ നോക്കാം. നോക്കുക, ഇതാണല്ലോ നമ്മുടെ ഏതാ, ഇത്രയും ഭാഗമാണ് നമ്മുടെ എ. ഓക്കെ, അതിന്റെ ഡിറ്റർമിനന്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 1 ഇൻറ്റു ഇത് 3 മൈനസ് 2 പ്ലസ് 2 ഇൻറ്റു അതേപോലെ -3 പ്ലസ് 4 പ്ലസ് 3 ഇൻറ്റു 1 മൈനസ് 2. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ആൻസർ കിട്ടുക? 3 മൈനസ് 2 എന്ന് പറയുമ്പോൾ അത് 1 ആണ്. 1 ഇൻറ്റു 1 1 ആയിരിക്കും. പ്ലസ് അതുപോലെ -3 പ്ലസ് 4 1 ആണ്. 1 ഇൻറ്റു 2 2 ആണ്. അതുപോലെ 1 മൈനസ് 2 എന്ന് പറയുമ്പോൾ -1 ഇൻറ്റു 3 -3 ആണ്. എന്ന് പറഞ്ഞാൽ ഇത് 3 മൈനസ് 3 എന്ന് പറയുമ്പോൾ 0 ആണ് നമുക്ക് കിട്ടുക. എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് എ നമുക്ക് 0 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നോക്കൂ, ഈ മെട്രിക്സ് എന്റെ ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ അതിന്റെ റാങ്ക് 3 അല്ല എന്നല്ലേ മീനിങ്? റാങ്ക് 3 അല്ല. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇതിൽ ഏതെങ്കിലും ചെറിയൊരു സ്ക്വയർ മെട്രിക്സ് എടുത്ത് നോക്കാം. ഇതിന് ഡിറ്റർമിനന്റ് എന്താ കിട്ടുക? 1 ഇൻറ്റു 1 1 മൈനസ് -1 ഇൻറ്റു 2. ഓക്കെ, എന്ന് പറഞ്ഞാൽ അത് 2 ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുക -1 ആണ്. ഇത് നോൺ സീറോ ആണ്. അപ്പൊ ഇതിന്റെ ഡിറ്റർമിനന്റ് നോൺ സീറോ ആണ്. അപ്പൊ ഇതിന്റെ ഓർഡർ എന്താണ്? 2/2 ആണ്. അപ്പൊ റാങ്ക് 2 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് റാങ്ക് അവിടെ 2 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് റാങ്ക് 2 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നോക്കൂ, എന്റെ റാങ്ക് നമുക്ക് 2 എന്ന് കിട്ടി. ഇനി എ ബിന്റെ റാങ്കും 2 ആയാലാണ് എന്ത് ചെയ്യുക, സൊല്യൂഷൻ ഉണ്ടാവുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എന്റെ റാങ്ക് ഓഫ് എ ഈക്വൽ ടു 2. ഇനി റാങ്ക് ഓഫ് എ ബി എന്താണെന്ന് ജസ്റ്റ് നമ്മളൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, റാങ്ക് ഓഫ് എ ബി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡിറ്റർമിനന്റ് ഓഫ് എ ബി ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഡിറ്റർമിനന്റ് ഓഫ് എ ബി എന്ന് പറയുമ്പോൾ നോക്കുക, എ ബിന്റെ റാങ്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് ഓർഡർ 3/4 ആണ്. കാരണം 3 റോസും 4 കോളംസും ഉള്ളത്. അപ്പൊ റാങ്ക് മിനിമം ആയിരിക്കും വരിക. ഒന്നുകിൽ 3 വരും, ഇതിലെ മിനിമം ഏതാ? 3 4 മിനിമം 3 ആണ്. ഒന്നുകിൽ 3 വരും, അല്ലെങ്കിൽ അതിനേക്കാൾ കുറവായിരിക്കും റാങ്ക് വരിക. നമുക്ക് ഈ മെട്രിക്സ് എടുത്താൽ അത് എ തന്നെയാണ്. അതിന്റെ റാങ്ക് 3 ഇല്ല എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇതിൽ വേറൊരു 3 മെട്രിക്സ് ഉണ്ടല്ലോ, 3/3 ഉള്ളതാ. ഈ മെട്രിക്സ് ഉണ്ടല്ലോ, ഇതിന്റെ ഡിറ്റർമിനന്റ് നമ്മളൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അത് 0 ആണല്ലോ, നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. നോക്കൂ, ഇതിന്റെ ഡിറ്റർമിനന്റ്, അതായത് ഈ റെഡിലിട്ട മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ -2 ഇൻറ്റു നമുക്കിതാ 1 ഇൻറ്റു -2 എന്ന് പറയുമ്പോൾ നമുക്ക് -2 മൈനസ് 3 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 9. ഓക്കെ, 3 ഇൻറ്റു 3 9. അപ്പോൾ നമുക്ക് -11 എന്നാണ് അവിടെ വരുന്നത്. -11 മൈനസ്, പിന്നെ ഇവിടുത്തെ എലമെന്റ് ഏതാണ്? 3 ആണ്. 3 ഇൻറ്റു, പിന്നെ നോക്കൂ, 3ന്റെ
മൈനർ എന്ന് പറയുന്നത് ഏതാണ്? 1 മൈനസ് -3 എന്ന് പറയുമ്പോൾ 1 പ്ലസ് 3 ആയിരിക്കും എന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. പ്ലസ് 4 പ്ലസ് പിന്നെ ലാസ്റ്റ് എലമെന്റ് -2 ആണ്. ഓക്കെ, സോ -2 ഇൻറ്റു നോക്കൂ ഈ എലമെന്റിന്റെ മൈനർ എന്ന് പറയുന്നത് ഏതാണ്? 3 മൈനസ് 2. ഓക്കെ, എന്ന് പറയുമ്പോൾ 3 മൈനസ് 2 എന്ന് പറയുമ്പോൾ അത് 1 ആണ്. ഓക്കെ, ഇത് നോക്കൂ -2 ഇൻറ്റു -11 എന്ന് പറയുമ്പോൾ പ്ലസ് 22 കിട്ടും. ഓക്കെ, ഇനി -3 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ എത്രയാണ്? അത് -12 ആണ്. ഇത് -2 ഇൻറ്റു 1 എത്രയാണ്? അത് -2 ആണ്. ഓക്കെ, നോക്കൂ 22 - 12 എന്ന് പറയുമ്പോൾ ഇത് 10 ആയി. ഓക്കെ, 10 എന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 8 ആ കിട്ടുക എന്ന് പറഞ്ഞാൽ നോൺ സീറോ ആയി. എന്ന് പറഞ്ഞാൽ ഏബിന്റെ ഡിറ്റർമിനന്റ് നോൺ സീറോ ആണ്. ഓക്കെ, അപ്പൊ ഈ മെട്രിക്സിന്റെ ഏബിന്റെ ഡിറ്റർമിനന്റ് നോൺ സീറോ ആണ് എന്ന് പറഞ്ഞാൽ ഏബിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയണ്ട, ഏബിന്റെ നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസിന്റെ എണ്ണം അതെന്താണ്? 3 ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ എ ബിക്കുള്ളിൽ ഡിറ്റർമിനന്റ് നോൺ സീറോ ആവുന്ന ഏറ്റവും വലിയ സ്ക്വയർ മെട്രിക്സിന്റെ ഓർഡർ 3 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയേണ്ടി വരും? എ ബിന്റെ റാങ്ക് എത്രയാണ്? 3 ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ റാങ്ക് ഓഫ് എ ബി എത്രയാണ്? നമുക്ക് ഇവിടെ കിട്ടിയത് 3 ആണ്. ഇപ്പൊ നോക്കൂ, ഇവിടുന്ന് റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും ഈക്വൽ അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? നോ സൊല്യൂഷൻ. അവിടെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഇവിടെ സൊല്യൂഷൻ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എ ഈക്വൽ ടു 2 3 1 -4 ആൻഡ് ബി ഈക്വൽ ടു 1 -2 -1 3 then എ ബി ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു. നമുക്ക് എയും ബി രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ഇൻറ്റു ബി ഹോൾ ഇൻവേഴ്സ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എ ഇൻറ്റു ബി ഹോൾ ഇൻവേഴ്സ് എന്നാൽ ബി ഇൻവേഴ്സിന്റെ എ ഇൻവേഴ്സ് ആണ്. ഓക്കെ, അത് ഇൻവേഴ്സിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്ക് എ ബിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് നമ്മൾ എന്ത് ചെയ്താൽ മതി? ബിന്റെ ഇൻവേഴ്സും എന്റെ ഇൻവേഴ്സും കണ്ടിട്ട് ബി ഇൻവേഴ്സിന്റെ എ ഇൻവേഴ്സ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ബിന്റെ ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാലോ. ഏതാണ്? ബി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് ബി. ഇനി എന്റെ ഇൻവേഴ്സ് എന്താണ്? അതേപോലെ തന്നെ 1 ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് എ. നോക്കൂ ബിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ 1 ബിന്റെ ഡിറ്റർമിനന്റ് എന്താ വരിക? നോക്കൂ, ഇത് 2/2 മെട്രിക്സ് അല്ലേ? അപ്പോൾ 1 × 3 -1 × -2. ഓക്കെ, അപ്പോൾ 1 × 3 -1 × -2. ഓക്കെ, -1 × -2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? 3 മൈനസ് ഇത് 2 എന്ന് കിട്ടും. ഓക്കെ, 3 - 2 എത്രയാണ്? ഇത് 1 ആ കിട്ടുക. അപ്പോൾ ബിന്റെ ഡിറ്റർമിനന്റ് 1 കിട്ടി. ആ 1 ആണ് ഇത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നോക്കൂ ബിന്റെ അഡ്ജോയിന്റ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഒരു 2/2 മെട്രിക്സിന്റെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മൾ ഈ ഡയഗണൽ എലമെന്റ്സിനെ അങ്ങോട്ട് കൊണ്ടും ചേഞ്ച് ചെയ്യുക. അപ്പോൾ 1നെയും 3നെയും ചേഞ്ച് ചെയ്യുക. നോക്കൂ, ഇത് 3ഉം 1ഉം ആയി. ഓക്കെ, ഇത് നോക്കൂ ഈ ഓപ്പോസിറ്റ് ഉള്ള -2 -1നെയും അങ്ങനെ തന്നെ നിർത്തുക, പക്ഷെ അതിന്റെ സൈൻ ഓപ്പോസിറ്റ് ആക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ 2ഉം 1ഉം ആവും. ഉണ്ടല്ലേ? ഇവിടെ 2ഉം 1ഉം ആയി. ഓക്കെ, അപ്പോൾ ഇതാണ് ബിന്റെ അഡ്ജോയിന്റ്. 2/2ന്റെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്ക് ആണിത്. ഓക്കെ, ഇനി 1 ഡിറ്റർമിനന്റ് ഓഫ് ബി എന്ന് പറയുമ്പോൾ എന്താണ്? 1/1. അത് 1 അല്ലേ? 1 ഇൻറ്റു മെട്രിക്സ് ആണ് ഈ മെട്രിക്സ് തന്നെ. ഓക്കെ, ഇതേപോലെ എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 ഡിറ്റർമിനന്റ് ഓഫ് എ. എന്റെ ഡിറ്റർമിനന്റ് എന്താ കിട്ടുക? നോക്കൂ 2 × -4 എന്നാൽ നമുക്ക് എന്താ കിട്ടുക? -8 -1 × 3. അപ്പോൾ -8 -3 എത്രയാ? -11. അപ്പോൾ എന്റെ ഡിറ്റർമിനന്റ് -11 ആണ്. ആ ഡിറ്റർമിനന്റ് നമ്മൾ ഇവിടെ കൊണ്ടുപോയി കൊടുക്കും. എന്റെ അഡ്ജോയിന്റ് നമുക്ക് ഇതേപോലെ കണ്ടുപിടിക്കാം. 2നെയും -4നെയും ചേഞ്ച് ചെയ്തുകൊണ്ടല്ലേ? -4ഉം 2 ആയി. ഓക്കെ, അതുപോലെ 1നെയും 3നെയും അങ്ങനെ തന്നെ നിർത്താം, സൈൻ ഓപ്പോസിറ്റ് ആക്കുക. അപ്പോൾ 1 3 എന്നുള്ളത് എന്തായി? -1 -3 എന്നായി. ഓക്കെ, ഇനി നോക്കൂ, നമുക്ക് വേണമെങ്കിൽ ഈ താഴെ മൈനസിനെ മേലേക്ക് എഴുതാം. വേറെ ഒന്നും ചെയ്യാനില്ല ഇതിൽ. ഓക്കെ, അപ്പോൾ എൻ്റെയും ബിന്റെ ഇൻവേഴ്സ് കിട്ടി. ഇനി നോക്കൂ ബി ഇൻവേഴ്സിന്റെ എ ഇൻവേഴ്സ് നമ്മൾ എന്താ ചെയ്യുക? ആദ്യം ബി ഇൻവേഴ്സ് തന്നെ എഴുതണം, ഇല്ലെങ്കിൽ തെറ്റും. അപ്പോൾ ബി ഇൻവേഴ്സിന്റെ എ ഇൻവേഴ്സ് ആണ് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബി ഇൻവേഴ്സ്, ഇതാണ് എ ഇൻവേഴ്സ്. അപ്പോൾ ബി ഇൻവേഴ്സിന്റെ എ ഇൻവേഴ്സ് നോക്കൂ, ഇതിൽ -1/11 നമ്മൾ പുറത്ത് വെച്ചു, നമ്പർ അല്ലേ, പുറത്ത് വെക്കാം. ഈ മെട്രിക്സിന്റെ ഈ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 3 × -4 + 2 × -1 -14. ഓക്കെ, അതേപോലെ 3 × -3 + 2 × 2 -5. ഓക്കെ, അതേപോലെ 1 × -4 + 1 × -1 -5. 1 × -3 + 1 × 2 -1. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മെട്രിക്സ് കിട്ടും. നോക്കൂ എല്ലാത്തിലും മൈനസ് ഇല്ലേ?
എല്ലാത്തിലും മൈനസ് ഉണ്ട്. മൈനസ് ഇൻറ്റു ഈ മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എല്ലാം പ്ലസ് ആയി മാറും. അപ്പോൾ 1/11 ഇൻറ്റു 14,551 ഏതാണ് നമ്മുടെ ഓപ്ഷന്? അപ്പോൾ 1/11 എല്ലാത്തിലും ഉണ്ട്. 14,551 ഉള്ള ഓപ്ഷൻ ഏതാണ്? ഡി ആണ്. ഓക്കെ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് അതിന്റെ ഇൻവേഴ്സ് കണ്ടാലും മതി. അതും കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഏത് വേലും ചെയ്യാം. സോ നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റിനെ തന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് നമ്മൾ ഓരോ ക്വസ്റ്റിനും പല രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തത് എ ഇൻവേഴ്സും ബി ഇൻവേഴ്സും ഫൈൻഡ് ചെയ്ത് എന്നിട്ട് എ ബി ഇൻവേഴ്സിന് കാണുന്നതിന് പകരം നമ്മൾ ബി ഇൻവേഴ്സിന്റെ എ ഇൻവേഴ്സ് ചെയ്തു. ഇനി നമുക്ക് എ ഇൻറ്റു ബി ചെയ്തിട്ട് അതിന്റെ ഇൻവേഴ്സ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം എ ഇൻറ്റു ബി നമുക്കൊന്ന് നോക്കാം. എ ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ 2 3 1 minus 4 ഇൻറ്റു 1 minus 2 minus 1 3. ഓക്കെ, നമുക്ക് ഈ രണ്ട് മെട്രിക്സ് ആദ്യം ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 2 minus 3 എന്ന് പറയുമ്പോൾ -1, അതുപോലെ -4 plus 9. സോ നമുക്ക് 5 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് 1 into 1 plus 4 എന്ന് പറഞ്ഞാൽ അത് 5 കിട്ടും. ഓക്കെ, അതുപോലെ 1 into -2 plus, ഓക്കെ, സോ -2 plus 3 into 4 എന്ന് പറയുമ്പോൾ -12. സോ നമുക്ക് എന്താ കിട്ടുക? -14 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ മെട്രിക്സ് എന്റെ എ ഇൻറ്റു ബി എന്നുള്ള മെട്രിക്സ്. ഇനി ഇതിന്റെ ഇൻവേഴ്സ് കാണണ്ടേ? അപ്പൊ നമുക്ക് എ ബിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം. ഡിറ്റർമിനന്റ് ഓഫ് എ ബി നോക്കൂ. -1 into -14 എന്ന് പറയുമ്പോൾ 14 minus 5 into 5 25 എന്ന് പറയുമ്പോൾ എത്രയാണിത്? ആൻസർ നമുക്ക് -60 എന്ന് കിട്ടും. ഓക്കെ, സോറി -10 കിട്ടും. -11. ഓക്കെ, സോ നെക്സ്റ്റ് ഇനി നമുക്ക് എ ബിന്റെ ഇൻവേഴ്സ്, ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/determinant of AB ഇൻറ്റു, ഓക്കെ, അല്ലെങ്കിൽ 1/determinant of AB ഇൻറ്റു adjoint of AB. ഓക്കെ, എന്ന് പറഞ്ഞാൽ 1/determinant of AB എന്ന് പറയുമ്പോൾ എത്രയാണ്? -11. സോ -11 ഇൻറ്റു, ഇത് നോക്കൂ, എ ബി എന്നുള്ള മെട്രിക്സ് ഏതാണ്? ഇതാണല്ലോ. അതിന്റെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കാൻ ഡയഗണൽ എലമെന്റ്സിനെ ചേഞ്ച് ചെയ്യാം. സോ -14 -1. ഓക്കെ, അതേപോലെ ഈ എലമെന്റ്സിന്റെ സൈന് ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ -5 -5. ഇത് നോക്കൂ, എല്ലാത്തിലും മൈനസ് ഉണ്ട്. ഉള്ളിലേക്ക് മൈനസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1/11 ഇൻറ്റു 14 5 5 1 എന്ന് കിട്ടും. ഓക്കെ, നമ്മുടെ നേരത്തെ എഴുതി നമുക്ക് സെയിം ആൻസർ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ.